അപ്പോൾ ഞങ്ങൾ ഫാമിലി പിക്ക് എടുക്കുകയാണ്. അപ്പോൾ അലൻകുട്ടൻ്റെ രണ്ടമ്മമാരും നിന്നുള്ള പടം കഴിഞ്ഞു. ഇപ്പോൾ നീതിയും ജെയ്ക്കോയും ലിയാനുമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരുമിച്ചുള്ള ഫോട്ടോസ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ഫാമിലിയും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ സൈനു ബ്രോയും ടാനിയയും മക്കളുമാണ്. കാലിഗറിയിൽ അലൻ ചെന്നിട്ട് കുറച്ച് ഫ്രണ്ട്സുകളാണ് അവനുള്ളത്. ആ ഫ്രണ്ട്സുകളെല്ലാം ഒരുമിച്ചുള്ള ഫോട്ടോയാണിത്. റിയൻ ജെൻസും അടിച്ച് പൊളിച്ച് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടാണ് ഏതായാലും ഇതിൻ്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യും. ദൈവാനുഗ്രഹത്താൽ ഈ 25ാമത്തെ ബർത്ത്ഡേക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചതിന് അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അലൻകുട്ടൻ്റെ ബർത്ത്ഡേയുടെ പ്രാർത്ഥനയായിട്ട് ഞങ്ങളങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുക. ആദ്യം എല്ലാവരുടെയും ഫോട്ടോ എടുത്തു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ധന്യ നിമിഷങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear Alan. Happy birthday to you. May good God bless you. May the good God bless you. May the good God bless you dear Alan. Happy birthday to you. ബാംഗ്ലൂരുള്ള അലൻ്റെ മോളെയും കൂടെ ഒരു ഫ്രെയിമിലാക്കി ഫോട്ടോ എടുക്കുന്ന രംഗമാണ് ഈ കാണിക്കുന്നത്. എന്തായാലും അവൾ നല്ല ബോൾഡാട്ടോ. അതുകൊണ്ട് അവൾ അപ്പയും അമ്മയും പോയി അടിച്ച് പൊളിച്ച് വരാൻ പറഞ്ഞ് നമ്മൾ വിട്ടു. Run, Lilian, run. അയ്യോ അപ്പൻ ഓഫ് ചെയ്തു. അടിക്കടി
ഓർഡർ മൂത്തോരിച്ച് മാർഫിനും ജസ്മിൻ ചെല്ല്. ഇനി നമുക്ക് ഇതിനകത്ത് കുത്താൻ somebody should be there da. This one now. This one. This one. The other one is looking at the length of it. നമ്മുടെ ചെറുക്കൻ നമ്മുടെ ഇംഗ്ലീഷ് അറിയാം. അശ്വ മലയാളത്തിൽ പറയണം. അല്ല നേരെ നിൽക്കണേ. ആ യാ എന്താ പക്ഷേ ഗ്രീൻ കിട്ടണല്ലോ അല്ലേ? ആ പൊളിച്ച്. ഇതാണ് അലങ്കുട്ടൻ്റെ ജിൻസ് ഏട്ടനും റിയ ചേച്ചി. ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അലങ്കുട്ടനെ വഴക്ക് പറയാൻ പോലും പറ്റില്ല. എന്തെങ്കിലും സാധനം വാങ്ങുമോ അല്ലെങ്കിൽ ഇത് വാങ്ങാതിരുന്നോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്തതെന്നൊന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. വഴക്കേ പറയാൻ പാടില്ല അലങ്കുട്ടനെ. നമ്മൾ ചിരിച്ചിരുന്നോളാം അലൻ്റെ അടുത്ത്. അതിനൊക്കെ ഞാനും ജസ്മി ഞാനും ഏതാണ് അമ്മ എന്ന് സംശയം വരും. അതുപോലെ വഴക്ക് പറയേണ്ടടുത്ത് നല്ല വഴക്ക് പറയും, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കും, മോഹിക്കേണ്ടടുത്ത് ഉമ്മോഹിക്കും. ആലങ്കുട്ടൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു, അമ്മേ ഞാൻ 25ാമത്തെ ബർത്ത്ഡേക്ക് ഷാമ്പെയിൻ ഒന്ന് പൊട്ടിച്ചോട്ടെ. അപ്പം നീ എന്താണെന്ന് വെച്ചാൽ പൊട്ടിച്ചോ, 25 വയസ്സായി ചെറുക്കനല്ലേ എന്ന് പറഞ്ഞു. ഏതായാലും അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ് പുള്ളി ഷെയർ ചെയ്യണത് ഇപ്പോൾ. Cheers. Yes.
പ്രിയതമേ Don't cry, snowman, not in front of me. Catch your tears if you can't catch me, darling. If you can't catch me, darling. Don't cry, snowman, don't leave me this way. Puddle of water can hold me close, baby. Can hold me close, baby. I want you to know that I'm never leaving, 'cause I miss the snow till that will be freezing. Yeah, you are my home for all seasons. So come on, let's go. Let's go below zero and hide from the sun. I love you forever, we'll have some fun. Yeah, let's hit the North Pole and live happily. Please don't cry, no tears now. It's Christmas, baby. My snowman and me. My snowman and me. Baby, Don't cry, snowman, when you feel the sun. Ooh, carry me with our legs to run, honey. With our legs to run, honey. don't cry, snowman, don't you shed a tear. Don't hear my secrets if you don't have ears, baby. If you don't have ears, baby. I want you to know that I'm never leaving, 'cause I miss the snow till death will be freezing. Yeah, you are my home for all seasons. So come on, let's go. Let's go below zero and hide from the sun. I love you forever, where we'll have some fun. Yeah, let's hit the North Pole and live happily. Please don't cry, no tears now, it's Christmas, baby. My snowman and me. My snowman and me. Thank you. ഈ കുട്ടിയെ കൊണ്ടാണ് ആദ്യത്തെ ഫിഷ് കത്തിയിരിക്കുന്നത്. Deserving ആണ്. എന്റെ മോനെ ആ ഫാമിലിക്കുള്ളതായി എല്ലാ ഫാമിലിക്കും ഉണ്ട്, ആരും പേടിക്കണം. കിട്ടിയവർ കിഴക്ക് സ്റ്റേജിന്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. ഇപ്പൊ റിയൽ എക്സ്പ്രഷൻ അറിയാം. വാവ്, കേക്കാൻ പറ്റുന്നില്ല. അയ്യോ അവൻ എടുത്തത് അവള് ലിയാന് കൊടുക്കില്ലെന്ന് പറഞ്ഞു. സംഗതികള് ലേല 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 ലേല. ഒരുമിച്ചല്ലേ
സീരിയസ് ആയിട്ട് ഇങ്ങനെ ഏറെവിട് ചിക്കൻ തട്ടെ ഇച്ചിരി കഴിക്കൂല വാശിയാ ഞാൻ കഴിക്കാം അങ്ങനെയൊന്നും നിനക്ക് ഫീൽ ആവില്ല. ഇത് ഓക്കെ അല്ലേ? ഓ പണ്ട റെക്കോർഡിങ് ചോദിക്കണ്ടേ. ഇത് കഴിയുമ്പോ പോലീസ് പിടിക്കും കേട്ടോ. കേരള പഴമചരിത ഭാരത പുഴതനരിയ മണലരികളെ എഴുതിയ കഥമാകം There shooting stars I see, visions of ecstasy. Will you hold me? I'm alive. Will it die? പിടിച്ചില്ലടാ പിന്നല്ല. എന്തിനാ ചേട്ടാ അവര് പാടുന്നല്ലേ? തമിഴ് പാട്ട് കഴിഞ്ഞിട്ട് വാട്ടർ സ്റ്റാൻസ് ഇട്ട് ഡാൻസ്. എന്തിനാ എനിക്ക് എന്നെ ഇരുത്തുന്നത്? എല്ലാരും ഇരിക്കണോ? അഞ്ചി ഇരിക്കി. അറബി കുഞ്ഞു പോലെ ഇല്ലേ? ഹായ് പറയും. ഹായ് അൽത്തുത്തലു. തിരിച്ചാൻ പറ്റുമോ?
ഇതെന്ത് പറ്റിയത്? ഗ്രീൻ ലേബല. അവിടെ ചെയ്യും 3 വർഷം അവിടെ ചെയ്യും. അപ്പൻ്റെ പോലെ സ്റ്റാറ്റസ് ഞാൻ പറയൂ, ദേ നോക്ക് ദിവളുടെ കയ്യിലിരിക്കുന്ന സാധനം നോക്കി. തീവ്രവാദം. എല്ലാരും സിന്ധു സിന്ധു സൂപ്പർ. എല്ലാം പൊളിയായിരിക്കണല്ലോ നമുക്ക്. തമ്പരെ സഹായിച്ച് എല്ലാം പൊളിയട്ടെ. ചേച്ചി ഇത് കഴിക്കുമ്പോ സുഖമില്ല. അതെ. കുമാരി ഏതൊക്കെ ക്ലാസ്സിലാ? grade 2 and grade 1 അവൻ preschool. ില്ലായിരുന്നല്ലോ. വേർ യു ഡാൻസ് കളിച്ചോ? നമുക്ക് ഇത്രേ ഉള്ളൂ. എന്റെ ബർത്ത്ഡേ ഇത്ര മനോഹരമായിട്ട് 25ാമത് നടത്തുന്നത് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞങ്ങളും വിചാരിച്ചില്ല. അത് പറഞ്ഞു ഞാൻ സമ്മതിച്ചു. ഓക്കെ ഇത്രേ ഉള്ളൂ. ഞാൻ കാൽഗറിയിലേക്ക് മൂവി വന്നൊരു മനുഷ്യനാണ്. ആ മൂവിയെ ഉത്തരവാദിത്തമുള്ള വെള്ളക്കെട്ടിട്ട് പുറകെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും പറഞ്ഞു. പുള്ളിയോട് ഒരു വണ്ടി വീട്ടിലിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വണ്ടി ഇട്ടു, എന്നെ ഇട്ടിട്ട് അങ്ങ് പോയി. അത്ര സംഭവിച്ചുള്ളൂ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞായിരുന്നു. പിന്നെ അവിടെ തന്നെ നിൽക്കാന്ന് വിചാരിച്ചു. അത് തന്നെ കാര്യം. പിന്നെ ആദ്യം ബന്ധങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് വെച്ച് പറയാം. ആദ്യം ഞാൻ ഇതിനോട് പ്രത്യേകിച്ച് എന്റെ അപ്പനും അമ്മയാണിത്. നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ലാത്തവർക്ക് ചേച്ചീനെ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാം ക്ലാസ്സൊന്നും അല്ല. എത്ര വയസ്സാ? 4 വയസ്സ് 4-5 വയസ്സിൽ കണ്ടുപിടിച്ചതാണ് നീതി ചേച്ചിനെ. ഞാൻ ജീവിതത്തിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞ സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ട് ഞാൻ പോയത് നീതി ചേച്ചിയുടെ ചേട്ടൻ. അത് തിരുത്തണ്ടായിരുന്നേ അടുത്താണ്. പണ്ട് ആ സമയത്ത് മറ്റേ ഈ ബൗൺസിങ് ബെഡും അങ്ങനെ വമ്പൻ സെറ്റപ്പ് ഒക്കെ ഉള്ളത് ചേച്ചിയുടെ അടുത്തായിരുന്നു. പിന്നെ ഒരു ഗോൾഡൻ പ്ലേറ്റും, അതും ജീവിതത്തിൽ മറക്കാത്ത കാര്യമാണ്. അങ്ങനെ ഞാൻ ആ പ്ലേറ്റില് കൊറേ കഴിച്ചിട്ടുണ്ട്. ഈ വസീകര പാടാൻ പറഞ്ഞത് ചേച്ചി ഓർത്തിരുന്നെങ്കിൽ ചേച്ചി അന്ന് പാടിയത് വസീകരയായിരുന്നു. ചേച്ചി ഇട്ടിരുന്നത് ഓറഞ്ച് ഫ്രോക്കാ. ഇതിൽ കൊണ്ട് ഞാൻ പറയാം. ചേച്ചി മധുരമപ്പിന് ചേട്ടൻ കണ്ടിട്ടില്ല. പിന്നെ ചേക്കോ ചേട്ടനാണെങ്കിലും ഭയങ്കര കൂട്ടായിരുന്നു. സ്വന്തം മൊമെന്റ്. ചേട്ടൻ കല്യാണം കഴിച്ചെങ്കിലും കുറച്ച് നാളത്തേക്ക് ലയൺസ് ക്ലബ്ബ് അപ്പനമ്മയുണ്ട്, മെമ്പർഷിപ്പ് ഒക്കെയാണ്. പിന്നെ ഇതിനൊക്കെ മുമ്പ് താങ്ക്സ് പറയാനുള്ളത് ചേച്ചിയുടെ അങ്കിളോടും ആന്റിയോടുമാണ്. അവരാണ് എപ്പോ വന്ന് വീട്ടിലേക്ക് കയറി പറയാം. എന്റെ അപ്പനും അമ്മയും വൈകുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക സ്റ്റേ പ്ലേസ് ആയിരുന്നു നീതി ചേച്ചിയുടെ വീടും അങ്കിളുടെയും സോളി ആന്റിയുടെയും വീട്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഞാൻ 2017 കാനഡ വന്നു. മിക്കവാർക്കും എന്നെ അറിയാവുന്നവരൊക്കെ എന്റെ കഥകൾ അറിയാവുന്നതാണ്. കാൽഗരി വന്നതിന്റെ ഒറ്റ കാരണം മർഫിൻ ചേട്ടനും ജസ്മി ചേച്ചിയാണ്. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. അത് ഞാൻ അക്ഷരം പ്രതി അങ്ങനെ തന്നെ പറയുവാണ്. അവിടെ നിൽക്കാനുള്ള കാരണവും മർഫിൻ ചേട്ടനും ചേച്ചിയും തന്നെയായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അന്ന് ഞാൻ വരുന്നത് ജാനുവരി 1-ാം തീയതി. 3-ാം തീയതി തുത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു. തുത്തയുടെ ബർത്ത്ഡേക്കാണ് സനിച്ചേട്ടനെ കാണുന്നത്. സനിച്ചേട്ടനെ കണ്ടു. ആകെ ഞാൻ അവിടെ 3-4 കുറെ പേരെ മർഫിൻ ചേട്ടൻ വിളിച്ചായിരുന്നു. പക്ഷെ ഒരാളെ കണ്ടുള്ളൂ, സനിച്ചേട്ടൻ. സനിച്ചേട്ടൻ വളരെ സാധു ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. സാധുവിന്റെ മുഖം. എല്ലാവരും ജീവിക്കാൻ വലിയ പൊസിഷൻ വേണം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ജീവിച്ച് കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോവുക എന്നുള്ള സെൻസ്
പിന്നെ അത് കഴിഞ്ഞ് കണ്ടുമുട്ടിയ വിചിത്രമായ അല്ലെങ്കിൽ എന്റെ അപ്പനെ പോലെ സമമാക്കാൻ പറ്റുന്ന പ്രായം കുറച്ച് കുറവാണ്. അത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞു. എടാ ക്രിക്കറ്റ് കളിക്കാൻ കുറച്ച് ടീമുണ്ട് കാൽഗരിയിൽ, നീ ഒന്ന് കാണാൻ വരുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു സനിച്ചേട്ടൻ വിളിക്കണമല്ലേ. അപ്പൊ ജസ്മിൻ ചേച്ചി പറഞ്ഞു, എടാ ഈ വീടിന്റെ പുറത്ത് ബേസ്മെന്റ് നീ ഒരു മനുഷ്യനെങ്കിലും പരിചയപ്പെടുത്തി. അന്ന് മർഫിൻ ചേട്ടൻ്റെ അടുത്ത് പരിചയപ്പെട്ടപ്പോ ആകെ ഒരു കോണ്ടാക്ട് കിട്ടിയതാണ് ഈ സനിച്ചേട്ടൻ. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ 10-15 പേര് വന്നിട്ടുണ്ടായിരുന്നു. ആര് നമ്മുടെ എനിക്ക് അദ്ദേഹത്തിന് പറ്റില്ല. എന്താ പറയണേ, അങ്ങനെ ഞാൻ സനിച്ചേട്ടനെ ആദ്യമായിട്ട് സനിച്ചേട്ടൻ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. സനിച്ചേട്ടൻ വിളിക്കടാ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്, നീ ഒരു ദിവസം വാ, ചുമ്മാ കാണാൻ വന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ വിളിക്കണത്, അങ്ങനെ തന്നെയാണ് എന്നെ വിളിക്കണത്. എന്നോട് പറയുന്നുമില്ല വേറൊരാള് സനിച്ചേട്ടൊപ്പം ഉണ്ടെന്ന്. അപ്പൊ വേറൊരാൾ സനിച്ചേട്ടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല. കാരണം എനിക്കറിയില്ല, എന്റെ ജീവിതത്തില് ലോങ് റണ്ണ് എനിക്ക് കുറച്ച് ബിലീഫ് വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഇതിനൊരു പ്രത്യേകം പറയാനുള്ളത് ടൊറന്റോയിലുള്ള അനന്തു ചേട്ടായി ചന്തു അവരൊക്കെ ഇപ്പോഴും വിളിച്ച പരിപാടിക്ക് വന്നതാണ്. പിന്നെ ഞാൻ ടൊറന്റോ പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ ഫോഴ്സ് ചെയ്തില്ല. ഞാൻ അവിടുന്ന് BC-ക്കാണ് പോയത്. BC-യിലുള്ള ആള് ഉജ്ജൽ ശില്പ. ആകെ എനിക്കറിയില്ല, എല്ലായിടത്തും പോകുന്നിടത്തും 3 ഒരു റൗണ്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അതിൻ്റെ 3 വന്നതാണ്. ഒന്ന് ഗൗതം, പിന്നെ ഞങ്ങളുടെ കസിൻസ് ഉണ്ട്, ജെയിംസ് അങ്കിൾ, ആൻഡി, ഷോൺ ചേട്ടൻ, ജോൽ ചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. അവര് വളരെ ക്ലോസ് കസിൻസ് ആണ്. ഞാൻ മരിച്ചിരുന്ന് അവരെ കാണാൻ മരിച്ചു പോയൊരു മനുഷ്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ജോലി ഇല്ലല്ലോ കൂലി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന മനുഷ്യനാണ് ഞാൻ. പക്ഷേ വേറിട്ട രീതിയിൽ കനേഡിയൻ ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിച്ച ആൾക്കാരാണ് അവരെല്ലാവരും. വന്നു എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ചെയ്യാം പറഞ്ഞു തന്നിരുന്ന ആൾക്കാരാണ്. വളരെയധികം സ്നേഹത്തോടുണ്ട്. ബിജു അംഗ്ലാഷ്, പിന്നെ US-ലുള്ള ജെൻസിയാൻ, ഇവരെല്ലാവരും അപ്പനമ്മയും കാണാൻ പോകുന്നുണ്ട് എല്ലാവരും. പിന്നെ ഇതിന്റെ എല്ലാം പ്രാധാന്യമുള്ളത് എനിക്ക് എന്റെ പ്രായത്തിലുള്ള ഒരു ഫ്രണ്ട്സും അല്ല. എന്റെ കളി ഇപ്പൊ ആരെടുത്ത് ഏറ്റവും കോണ്ടാക്ട് ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞു എന്റെ പ്രായത്തിലുള്ള ഒരാളുമില്ല. അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നില്ല. എന്റെ ഫ്രണ്ട്സ് മറ്റേ 6 വാക്സ് അവരുടെ ഫാമിലി എല്ലാവരും തിരിച്ചു വരും. നീ തിരിച്ചു വരിക അങ്ങനെ അല്ല അങ്ങനെ കസിൻസ് ഉണ്ട്. അങ്ങനെ കുറെ പേര് ടൊറന്റോയിലുണ്ട്. പിന്നെ ചേട്ടന്മാർ 2 പേരാണ്, ചേട്ടൻ ചേട്ടൻ എന്റെ ഹാർഡ് ടൈമിൽ എന്റെ കൂടെ നിന്നിരുന്നവരാണ് എന്ന് പറഞ്ഞ് ഇവരാരും നിന്നിരുന്നില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്ന സ്ഥലമാണ് BC. അവിടെ ഉജ്ജൽ ശില്പ അവരെ കണ്ടു. മൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഇന്ന് വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ആളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് അപ്പ് ടുഡേ. ബട്ട് വാട്ട് എവർ, മൈക്കിൾ ഇസ് റിയലി ക്ലോസ് ടു മീ. Then I came to Calgary. I was blank with a 0 A4 size paper ആയിരുന്നു. As I told you. നേരത്തെ വന്ന പോലെ അങ്ങനെ ഞാൻ കാൽഗരി വന്നു. കാൽഗരി വന്ന് ഞാൻ മർഫിനേട്ടൻ പരിചയപ്പെട്ട BC വെച്ചാണ്. അതിന്റെ ബന്ധം ഞാൻ പറയണം. ഒരു ആവശ്യമില്ല, ഏതോ ഒരുത്തൻ 4500 കിലോമീറ്റർ ഓടിച്ചു വരുന്നു കോവിഡ് കാലത്ത്. ചേച്ചി ഒരു മോരുകറിയും ബീഫും ഒരു ഇച്ചിരി ചോറും പന്നി ബീഫ് അത് ഉണ്ടാക്കി തന്നാണ് ചേച്ചി. അങ്ങനെയാണ് ചേച്ചി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്മിൻ ചേച്ചിയാണോ? ജസ്മിൻ ചേച്ചി ആയിട്ടില്ലടാ. എന്താ പറയണേ, ഞാൻ ഒരു സെക്കൻഡ്. ഒരു അലം വന്നതിന് ശേഷം ഇതിന് ശേഷം ഒരു 4-5 അലം വന്നു. അലം എന്നുള്ള പേര് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അല്ല അങ്ങനെ വന്നു. അപ്പൊ ഞാൻ നേരത്തെ വന്ന സ്റ്റോറിലേക്ക് തിരിച്ചു വരികയാണ് കാൽഗരിയിലേക്ക്. സനിച്ചേട്ടൻ പരിചയപ്പെട്ടു, സനിച്ചേട്ടൻ ക്രിക്കറ്റിന് വിളിച്ചു. അങ്ങനെ വരുവാണ് കറുത്ത CRV-യില് ഒരു മനുഷ്യൻ. ചേച്ചി വന്നത് ദേഷിച്ച് കഴിഞ്ഞിട്ട് ചേച്ചി മടുത്താ വന്നത്. അന്ന് ചേച്ചിയോട് സംസാരിക്കുന്ന പോലും ഇല്ല. ഞാൻ ചെല്ലുന്നു, സഞ്ജേട്ടൻ പറഞ്ഞു, സഞ്ജേട്ടൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നറിയാവോ? സഞ്ജയ് പറഞ്ഞു ഒറ്റ PC തിരിച്ചു വന്നാൻ പറ്റിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ വന്നു. ഞാൻ നേരെ ഇവിടെ നോർത്ത് ഈസ്റ്റ് നടന്ന എന്തോ ഗ്രൗണ്ട് നടന്നു. ആ ഗ്രൗണ്ടിൽ ചെന്നു. സഞ്ജേട്ടൻ കളി തുടങ്ങി, ഭയങ്കര കളി. ഞാനും ജിൻചേട്ടനും പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഒരു ചായ കുടിക്കും ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. സനിച്ചേട്ടൻ പറഞ്ഞു ഞാൻ 2 അടിച്ചു കഴിഞ്ഞാൽ ഫുൾ സെറ്റാ, നീ എന്ത് പറയട്ടെ കാലല്ലേ ഒളിങ്ങിയെന്ന് ചോദിച്ചു. അങ്ങനെ സനിച്ചേട്ടൻ വന്നു. ഇവരെല്ലാവരും എന്താ പറഞ്ഞത്, ഞാൻ ആ സമയത്ത് നോയമ്പിലെങ്ങാണ്ടു ഞാൻ കഴിക്കുന്ന മെഷീനാണ്, അതൊന്നും പറയുന്നില്ല. CRV-യുടെ ഒത്തിരുന്നത് ആ സമയത്ത് ഓണറുടെ പേര് പറഞ്ഞില്ല, മനസ്സിലാട്ടെ. അങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നു. ആളുടെ പേരാണ്
ജിൻസൺ. പുള്ളി ആ സമയത്ത് പുള്ളി കല്യാണം കഴിച്ചിട്ടുണ്ടോ ആ ചേച്ചിയുടെ പേര് റീ ചേച്ചി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സഞ്ജേട്ടൻ പറഞ്ഞത് ജിൻസ് എന്ന് പറയുന്ന ഒരാള് വരുന്നുണ്ട്. അപ്പൊ ജിൻസേട്ടൻ പറഞ്ഞു ഞാൻ വണ്ടി എടുക്കാം. ആ ഡൗട്ട് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതന്നെ കാര്യം. സഞ്ജേട്ടൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാ, നീ ഒന്ന്. അപ്പൊ ജസ്മിൻ ചേച്ചി പറഞ്ഞു ഒരു മനുഷ്യനെ നീ ഈ കാൽഗരി വന്നതല്ലേ, നീ ആരുടെ അടുത്ത് മിണ്ടണ്ട, നീ ആരുടെ മനുഷ്യനെ കാണാൻ പറഞ്ഞു. ഒന്നാ ഒരാളെ കണ്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ജിൻസേട്ടനെ പരിചയപ്പെടുന്നത്. ജിൻസേട്ടനെ പരിചയപ്പെട്ടു. കാലൊടിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒടിഞ്ഞിട്ടൊന്നുമില്ല, ഒരു ഉളുങ്ങി ചെറുതായിട്ട് ഒരു 1.5 മാസം പോയി. അല്ല അതിന് ഞാൻ പറയാം അത്രേ ഉള്ളൂ. ഞാൻ ഫുൾ സെറ്റാന്ന് പറഞ്ഞു. ഇല്ല വീട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഓർമ്മ അടിച്ചാൽ മതി, എല്ലാം ഞാൻ സെറ്റാന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നു കഴിഞ്ഞിട്ട് ഒരെണ്ണം അടിച്ചു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വിട്ടേക്കാം, 2 മണിയായ സമയത്ത് വെളുപ്പിന് 2-3 മണി എങ്ങാണ്ട് വരും. എന്താ പോ അപ്പൊ അതിന്റെ ദൂരം ആളുകളെ പറയണം. സഞ്ജേട്ടന്റെ ഭാര്യ ടാനി ചേച്ചി അവിടെ നിന്നും പോയി. ടാനി ചേച്ചി ആണെങ്കിൽ എന്റെ മനുഷ്യ ടാനി ചേച്ചി ഇരിക്കണേ. ടാനി ചേച്ചി അവസരം പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ പോകുന്നു പറഞ്ഞു. എടുത്തിട്ട് പോടേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാനും ജിൻസേട്ടനും ഇങ്ങനെ മുകളിലേക്ക് കയറുന്നു. ചേട്ടായി കിടത്തി. ചേട്ടൻ പറഞ്ഞു അവിടെ എല്ലാം ഓക്കെയാണ്. ഞാനങ്ങനെ അപ്പൊ മർത്തിനേട്ട അമ്മയൊക്കെ ഉള്ള സമയം ആവശ്യമില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ 4 മണി 5 മണി എങ്ങാണ്ട് വെളുപ്പിന്. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഇല്ല മമ്മി അറിയില്ല. മമ്മി വന്നപ്പോ ഞാൻ സോഫയിലിരിക്കാം. മമ്മി എന്താ നീ പിടിക്കണം, ഞാൻ ചായ വിട്ട് ഒഴിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അല്ല നമുക്കൊരു വിഷമായി. ചേച്ചിന്റെ ഒരു ബോധറേഷൻ ആണോ അപ്പൊ ഞാൻ ചോദിച്ചു കേട്ടോ. ഞാൻ ഒരു ബോധറേഷൻ ആണോ എന്ന് ചോദിച്ചു. അല്ല ഒരു പ്രശ്നമുള്ളൂ നമ്മുടെ ഓൺ റൂട്ട് പോലെയായിരുന്നു ഇത്. വെള്ളമടിക്ക് ഫ്യൂലിന് എണ്ണ അടിച്ചിട്ട് ഇവിടെ വരിക, അത് കുഴപ്പമില്ല. ഫ്യൂൽ അടിച്ചിട്ട് വരിക, വെള്ളം കുടിച്ചിട്ട് ഇവിടെ കയറുക, പിന്നെ ഇവിടെ നിന്നായി വൈകുന്നേരമുള്ള സെമ്മിങ്. അങ്ങനെ അപ്പനും അമ്മയും വരാതായി. അങ്ങനെ ജിൻസേനെ പറഞ്ഞു അപ്പനും അമ്മയും വരുമല്ലേ പരിപാടിയുള്ള ചേർത്താം. അപ്പൊ കുട്ടിക്ക് വയ്യായിക ആണ്, അതുകൊണ്ട് സോഫ എല്ലാവർക്കും നമ്മുടെ അക്കൗണ്ടിലുള്ള ആൾക്കാർക്ക് അല്ല കഴിയുന്ന അറിയാവുന്ന ആൾക്കാരാണ്. സോ അപ്പൊ ചേട്ടൻ പറഞ്ഞു ടു ബി സേഫർ. ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഇവിടെ വെച്ചിട്ട് ഈ പരിപാടി നടത്തിയാൽ മതി, വേറെ ഒരു സ്ഥലത്ത് നീ നോക്കണ്ട. അത് കഴിഞ്ഞ് അല്ല ഞാൻ പറഞ്ഞു ഒന്ന് ഇല്ല ഞാൻ കോളേജിലാണ്, ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെയാണ്, എന്റെ കോളേജും കാര്യങ്ങളൊക്കെ ചേട്ടയ്ക്ക് അറിയാം. സംസാരിച്ചു തുടങ്ങി. ചേട്ടൻ പറയാ ചേട്ടാ ഒരു ആവശ്യമില്ല, ഇൻടാക്റ്റില് ബിസിനസ് അനലിറ്റിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ആവശ്യമില്ല. ബി എ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു വെള്ളിയാഴ്ച ചേച്ചീനെ നൈറ്റ് ഷിഫ്റ്റ് ചേച്ചിക്ക് നമുക്ക് ക്ലാസ് 4 പഠിക്കാം. അലിയുടെ ആള് വന്നു. 48 അമ്പോട്ടം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കല്ലേ. എല്ലാവരിലും ചെറുപ്പം കാണുന്ന ഞങ്ങളുടെ ജന്മദിന ആശംസകൾ നേരുന്നു. മലയാളത്തിലാണോ? You have just been young for a long time. Happy birthday from Jinstad and Vijay. ഇല്ല ഒരു കാർഡ് വന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. അത് വന്നപ്പോ ആദ്യം ഒരാൾ ഗിഫ്റ്റ് ഈ കട ഒരു മനുഷ്യൻ മാത്രം ഇത്രയും പ്രാക്ടിക്കലായിട്ട് ഫിനാൻഷ്യലി എനിക്ക് കേറില്ല. വേർഡ്സ് അഡ്വൈസ് നല്ലായിരുന്നു. അതല്ലോ മറ്റേ കാർഡ് കാണിച്ചിട്ട് ഇത് എങ്ങനെ സ്പെൻഡ് ചെയ്യാനോ. എന്റെ ദൈവമേ, ഇത് അമ്മയ്ക്കുള്ളതല്ല, ഇത്
എനിക്ക് മനസ്സിലായില്ല അത് എന്താണ് ആ സാധനം. ഈ ഗിഫ്റ്റ് കാർഡ് വേണേ കണ്ടോ. അടുത്ത കാമ്പിക്ക് അമ്മ ഇതിന് വെച്ച് വിഷമിട്ട് നടക്കുന്നുണ്ടാവും. ഈ ഗിഫ്റ്റ് കാർഡൊക്കെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അത് നീതി പരോക്ഷമായിട്ട് എനിക്ക് തന്നതാണ്. ഇല്ല, ഞാനത് എതിർക്കുന്നില്ല. കാരണം ഇവര് ഇത് കണ്ടതാണ് എന്നെ കണ്ടത്. അത് കുഴപ്പമില്ല. Please money or gift card share. ഹാപ്പി എന്നെ എന്റെ അപ്പനമ്മ വിളിക്കുന്ന ചേച്ചിക്ക് അറിയാവുന്ന പേര് ഹാപ്പി ബർത്ത്ഡേ അലങ്ങൂട്ട്. വളരെ ക്ലോസ് ആയിട്ട് ചേച്ചി വിളിക്കാറുണ്ട്, ചേട്ടൻ വിളിക്കാറുണ്ട്, ചേച്ചി വിളിക്കാറുണ്ട്. വെച്ച് പരിപാടി നടത്താൻ ഉത്തരവാദിത്തമായ ആള്, കാരണഭൂതനായ മനുഷ്യൻ, പശ ഒട്ടിച്ചൊരു കാര്യം. എടാ അതിലെന്തേലും കാണും, കാര്യമായിട്ട് കാണും. എന്റെ സമയം ഞാൻ ചെറുതായിട്ട് സത്യം പറ. ഐ ലവ് യു. ഏതോ കാണാ. ഈ സിമ്പിൾ അമ്മ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം അമ്മയ്ക്കറിയാം. വായിച്ച മാത്രം മതി, ഒന്നുമില്ല. On your birthday, celebrating every wonderful things that makes you all your thoughtfulness. സാധിച്ചതായി അടുത്ത തവണ വരുമ്പോ ഉണ്ടല്ലോ നമ്മുടെ heart to heart talks and happy memories. With love, Sanu, Tanya, Diane. Celebrating your 4 more reasons that everyone would say on your birthday and all. Happy birthday, Alan. ആർമോന്റെ അപ്പൂപ്പന്റെ മോനോ നിങ്ങൾക്ക് ആരെങ്കിലും എന്റെ ബർത്ത്ഡേക്ക് ഇത്ര സാധനം മേടിച്ചു കഴിഞ്ഞാൽ ചോട്ടോ അവിടെ പറഞ്ഞേ എന്താണെങ്കിലും പോകാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ നിങ്ങൾ ഈ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ആദ്യം ആക്കണതിനാ ഞാൻ സത്യം പറയാ. ചേട്ടന്റെ ബർത്ത്ഡേ ഇരുപത്തി. അപ്പോഴാണ് എനിക്കങ്ങനെ വലിയ ചിന്തയൊന്നുള്ളതല്ലേ, ഭയങ്കര ചിന്തയുള്ള ആള്. എനിക്കങ്ങനെ വലിയ ചിന്ത ബർത്ത്ഡേ 21-ാം തീയതി ചേട്ടന്റെ 25-ാം ബർത്ത്ഡേ അല്ലേ. അപ്പൊ അതൊന്നും അടിച്ചു പൊളിക്കാൻ അതാണ്